CUT റിസൾട്ട് വന്നു. എങ്ങനെയാണ് യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യുക? അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ പറയാനുള്ളത്, ഏകദേശം 244 യൂണിവേഴ്സിറ്റികളാണ് ഇപ്രാവശ്യം CUT പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ഡീംഡ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. നമ്മളിതിലെപ്പോഴും ഫോക്കസ് കൊടുക്കേണ്ടത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കാണ്. ആദ്യം തന്നെ ഈ യൂണിവേഴ്സിറ്റികളുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്, ആദ്യം ഉദാഹരണം പറയുകയാണെങ്കിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി JNU അതിൻ്റെ ആപ്ലിക്കേഷൻ വിളിക്കും. ഒരു ഉദാഹരണം 2026 ജൂൺ 10-ാം തീയതിയൊക്കെയാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10 days അല്ലെങ്കിൽ 20 days അല്ലെങ്കിൽ 30 days അതിൻ്റെ ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റും ആപ്ലിക്കേഷൻ എൻഡിങ് ഡേറ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒഫീഷ്യൽ യൂണിവേഴ്സിറ്റി ബ്രോഷേഴ്സിലുണ്ടാവും, യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലുണ്ടാവും. നിങ്ങൾ ആ യൂണിവേഴ്സിറ്റി സ്പെസിഫിക് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കയറി നോക്കാം. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് എൻഡ് ചെയ്താൽ ചില യൂണിവേഴ്സിറ്റികൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്കത് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ കറക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്കത് അല്ലാതെ തന്നെ പ്രൊസീഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ശേഷം ഇതിൻ്റെ സ്കോർ കാർഡ് കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് എൻഡ് ചെയ്യാണ്. ശേഷം പിന്നെ വരുന്നത്, ചില യൂണിവേഴ്സിറ്റികൾ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വിടും. എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെ ഒരുമിച്ചുള്ള റാങ്ക് ലിസ്റ്റാണ് വിടുക. അതിൽ മാർക്കിനനുസരിച്ച് ഓരോ എല്ലാ കാൻഡിഡേറ്റ്സും ആ ഒരു കോഴ്സിന്, ഇപ്പോൾ ഉദാഹരണം പൊളിറ്റിക്കൽ സയൻസ് ആണെന്നുണ്ടെങ്കിൽ ആ കോഴ്സിന് അപ്ലൈ ചെയ്ത എല്ലാ ആൾക്കാരുടെയും പേര് ആ ഒരു ലിസ്റ്റിലുണ്ടാവും. അപ്പോൾ അതായിരിക്കും ചില യൂണിവേഴ്സിറ്റികൾ വിടുന്നത്, പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറയും. ചില യൂണിവേഴ്സിറ്റികളാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് തന്നെ ഫസ്റ്റായിട്ടൊരു മെറിറ്റ് ലിസ്റ്റ് പുറപ്പെടുവിക്കും. ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റ് എന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞ് എവിടെ നിന്നാണ് ചില യൂണിവേഴ്സിറ്റികൾ ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റ് അവിടെ നിന്നല്ലേ. ചില യൂണിവേഴ്സിറ്റികളാണെങ്കിൽ ഡയറക്റ്റ്ലി ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു മെറിറ്റ് ലിസ്റ്റ് പുറപ്പെടുവിക്കും. ആ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്ന എങ്ങനെ വെച്ചാൽ അതിൽ നമ്മളെ കാറ്റഗറീസ് ഉണ്ടാവും. ജനറൽ, OBC, SC, ST, EWS അതുപോലുള്ള കാൻഡിഡേറ്റ്സിനനുസരിച്ച് അതൊരു ക്വാട്ട ഉണ്ടാകും. അവർക്ക് 4 സീറ്റ്, ചില ആളുകൾക്ക് ചില കാറ്റഗറീസിന് 10 സീറ്റ്, ചിലതിന് 6 സീറ്റ്, അങ്ങനെ ആ ഒരു കാറ്റഗറിക്ക് അനുസരിച്ച് നമ്മളെ റാങ്കിനനുസരിച്ച് നമ്മളതിൽ റാങ്കിൽ നമ്മൾ വരും. പിന്നെ വരുന്ന അത് കഴിഞ്ഞ ശേഷം സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റാണ്, അതിനുശേഷം തേർഡ് മെറിറ്റ് ലിസ്റ്റാണ്. ഇതിൻ്റെയൊക്കെ ഒരു സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റും തേർഡ് മെറിറ്റ് ലിസ്റ്റൊക്കെ വരുന്നതിൻ്റെ ഇടയിലൊരു 10 days അല്ലെങ്കിൽ 15 days ഒക്കെ ഗ്യാപ്പ് ഉണ്ടാവാറുണ്ട്. അതൊക്കെ കഴിഞ്ഞ ശേഷം ഓഗസ്റ്റ് 15 ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോൾ ചില യൂണിവേഴ്സിറ്റികൾക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും, ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. ചില യൂണിവേഴ്സിറ്റികൾ ഓഗസ്റ്റ് 15 അല്ലെങ്കിൽ ഓഗസ്റ്റ് ലാസ്റ്റ് വീക്ക് ആകുമ്പോൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഫസ്റ്റ് ലിസ്റ്റ്, സെക്കൻഡ് ലിസ്റ്റ്, തേർഡ് ലിസ്റ്റ് വന്നതിന് ശേഷം പിന്നെ ചില യൂണിവേഴ്സിറ്റികൾ 4th ലിസ്റ്റ്, ചിലത് 5 വരെ വരാറുണ്ട്. ചിലതൊക്കെ സെക്കൻഡ്, തേർഡ് കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ്ലി സ്പോട്ട് അഡ്മിഷനിലേക്കാണ് പോവുക. അപ്പോൾ സ്പോട്ട് അഡ്മിഷനിലൊക്കെ നമുക്ക് ഇത് എന്താ പറയുക, കയറാൻ പറ്റുന്ന വെച്ചാൽ CUT അപ്ലൈ ചെയ്ത ആൾക്കാർ മതിയാവും. അല്ലെങ്കിൽ CUT അറ്റൻഡ് ചെയ്തിട്ട് ലോ സ്കോറുള്ള ആൾക്കാർക്ക് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മാക്സിമം കുറഞ്ഞത് 5 യൂണിവേഴ്സിറ്റികളിലേക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്തിടാന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഓരോ യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ കൊടുക്കുന്നതായിരിക്കും. നമ്മളുടെ ഓരോ യൂണിവേഴ്സിറ്റികളുടെ ആപ്ലിക്കേഷൻ ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസിന് നമ്മൾ ഹെൽപ്പ് ഡെസ്കിൽ ജോയിൻ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നമ്മൾ ഹെൽപ്പ് ഡെസ്കിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.